സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമഭാവനയുടെയും സന്ദേശമുണർത്തുന്ന ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കുന്ന പുണ്യദിനത്തിനായി ലോകമെമ്പാടുമുള്ള ജനത ഡിസംബർ 25-ന് ക്രിസ്മസ് ആഘോഷിക്കുവാൻ തയ്യാറെടുക്കുകയാണ്. പുൽക്കൂടും നക്ഷത്രങ്ങളും ഒക്കെ ഒരുക്കി ക്രിസ്മസിനെ വരവേൽക്കാൻ നാടും നഗരവും ഇതാ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കൊച്ചി നഗരത്തിൽ നിന്നുള്ള കാഴ്ച കാണാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും പ്രത്യാശയുടെയും ഓർമ്മ പുതുക്കി ഒരു പുതിയ ക്രിസ്മസ് കാലം കൂടി വരികയാണ്. പുൽക്കൂടുകൾ, നക്ഷത്രങ്ങൾ, ക്രിസ്മസ് ട്രീകൾ, കേക്കുകൾ, സാന്റ എന്നിങ്ങനെ വലിയ ആഘോഷങ്ങളുടെ രാവ് തന്നെയായിരിക്കും ക്രിസ്തുമസ്. എല്ലാവരും വീടുകളിൽ പുൽക്കൂടുകൾ ഒരുക്കിയും നക്ഷത്രവർണ്ണ വിളക്കുകൾ തൂക്കിയും വീടുകൾ അലങ്കരിച്ചും ക്രിസ്മസ് ആഘോഷിക്കുവാൻ തയ്യാറെടുക്കുകയാണ്. ഇതാ ക്രിസ്മസിനെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് നമ്മുടെ കൊച്ചി നഗരവും. മഞ്ഞിന്റെ കുളിര്, നക്ഷത്രങ്ങളുടെ തിളക്കം, പുൽക്കൂടിന്റെ പുതുമ, പാതിരാ കുർബാനയുടെ പവിത്രത, പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങളുമായി ഒരു ക്രിസ്മസ് രാവ് കൂടി പടികടന്നെത്തിയിരിക്കുന്നു. സഹനത്തിന്റെയും അതിജീവനത്തിന്റെയും പാഠങ്ങൾ പകർന്നു നൽകിയ യേശുവിന്റെ പുൽക്കൂടിലെ ജനനത്തിന്റെ ഓർമ്മ പുതുക്കി പള്ളികളിലും വീടുകളിലുമെല്ലാം പുൽക്കൂടുകളും ക്രിസ്മസ് ട്രീകളും ആഴ്ചയ്ക്ക് മുന്നേ ഒരുക്കപ്പെടുന്നു. കാലിത്തൊഴുത്തിൽ ഉണ്ണിയേശു പിറന്നുവെന്ന വിശ്വാസമാണ് ക്രിസ്തുമസിന് പുൽക്കൂടൊരുക്കാൻ കാരണമായത്. ക്രിസ്മസുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും ചെറുരൂപങ്ങൾ അണിനിരത്തിയാണ് പുൽക്കൂടൊരുക്കുന്നത്. ഉണ്ണിയേശു, അമ്മ മേരി, ജോസഫ്, ജ്ഞാനികൾ, ആട്ടിടയന്മാർ എന്നിവരുടെ രൂപങ്ങളാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഇവയെല്ലാം കൊച്ചി ക്രിസ്മസ് മാർക്കറ്റിൽ ആവശ്യക്കാരെ കാത്ത് നേരത്തെ സജ്ജമായി കഴിഞ്ഞു. പുതുലോക പിറവിക്കായി രക്ഷകൻ പുൽക്കൂട്ടിൽ പിറന്ന വിവരമറിഞ്ഞ് ആദ്യമെത്തിയ ആട്ടിടയന്മാർക്ക് വഴികാട്ടിയായത് ആകാശത്ത് ഉദിച്ചുയർന്ന ഒരു നക്ഷത്രമായിരുന്നു. ആ സ്മരണകളാണ് ക്രിസ്മസ് നാളുകളിൽ വീടുകളിൽ നക്ഷത്ര വിളക്കുകളായി പരിണമിച്ചത്. കേരളത്തിലും ക്രിസ്മസിന്റെ പ്രധാന അലങ്കാരങ്ങളിൽ ഒന്നാണ് ക്രിസ്മസ് നക്ഷത്രങ്ങൾ. വിവിധ വർണ്ണങ്ങളിലുള്ള കണ്ണഞ്ചിപ്പിക്കുന്ന നക്ഷത്രങ്ങൾ കൊച്ചി ക്രിസ്മസ് വിപണിയുടെ മാറ്റുകൂട്ടുന്നു. പേപ്പർ നക്ഷത്രങ്ങൾക്ക് അതിൻ്റെതായ പ്രസക്തിയുണ്ട്. ഇപ്പോൾ ഇലക്ട്രോണിക് മേഖലയിലേക്ക് ആളുകൾ തിരിഞ്ഞു നോക്കുമ്പോഴും ഇവിടെ പേപ്പർ നക്ഷത്രങ്ങൾ ധാരാളമുണ്ട്. എന്താണ് അതിൻ്റെ രഹസ്യം? പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണക്കാരുടെ ഒരു ഐശ്വര്യമാണ്. പേപ്പർ എന്ന് 5 മൂല, 7 മൂല, 9 മൂല, 17 അത് സാധാരണ പേപ്പറിൻ്റെ രീതിയിലൊരു ഐശ്വര്യമാണ് സാറ്. സാധാരണ ഇപ്പോൾ നമ്മൾ LED എന്ന് പറഞ്ഞ സാധനം ഒരു ബൾബ് 4-5 ബൾബ് ഫിറ്റ് ചെയ്തിട്ട് ചവരം പൊട്ടിച്ച് കഴിഞ്ഞാൽ അത് ഷാറല്ല. അത് ശരിക്കും ഷാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വരുന്ന സാധാരണ 5 മൂല, 7 മൂല പല കളറിലും ഇപ്പോഴത്തെ വെറൈറ്റികൾ ഇതിൽ തന്നെ ഉണ്ട്. ബട്ടർ പേപ്പർ, കളർ ബട്ടർ, പല പ്രിൻറ്റ്, കളർ പ്രിൻറ്റ് വരുന്ന സാധനങ്ങൾ, അതൊക്കെയാണ് ഇപ്പോഴത്തെ വെറൈറ്റികൾ. ഇപ്പോഴത്തെ മോഡൽ സ്റ്റാറുകൾ പറഞ്ഞ് ഈ ബോക്സും ടൈപ്പ് അങ്ങനെ പല മോഡൽ, എല്ലാ പ്രാവശ്യവും ഓരോ മോഡൽസ് നമുക്ക് വരുന്നുണ്ട് പേപ്പറിൽ. എല്ലാവർക്കും പേപ്പർ ഇഷ്ടമാണ്. 100 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. അത് 600 രൂപ, 700 രൂപ. പിന്നെ ട്രീകളൊക്കെ ഉണ്ട്. അതാകുമ്പോൾ ഒരു 7000 രൂപ, 4000 രൂപ റേഞ്ചിനൊക്കെ എല്ലാ ഐറ്റംസ് ഉണ്ട്. ഓൾ ഐറ്റം കൂടുതൽ ചിലവാകുന്നത് ട്രീകൾ, പിന്നെ ഈ മാലവളവുകളാണ് ഏറ്റവും കൂടുതൽ ചിലവാകുന്നത് ഈ സീസണിൽ. പിന്നെ സ്റ്റാറുകൾ, പിന്നെ ട്രീ, സ്റ്റാർ, പിന്നെ DJ ലൈറ്റുകൾ എല്ലാം ജസ്റ്റ് കഴിഞ്ഞ വർഷത്തെ അതേ റേറ്റ് തന്നെയാണ്. വില കൂടിയിട്ടൊന്നുമില്ല. എന്നാലും ഡ്യൂട്ടിയുടെയൊക്കെ പ്രശ്നം കൊണ്ട് ചില ഐറ്റത്തിന് വില കൂടിയിട്ടുണ്ട്, ചില ഐറ്റത്തിന് നന്നായിട്ട് വില കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ കൊറോണ കഴിഞ്ഞതിന് ശേഷം ഇത് ബിസിനസ് വളരെ മോശമാണ് എല്ലാ വർഷവും. പിന്നെ ക്രിസ്മസ് ഇങ്ങനെ തട്ടിമുട്ടി പോകുന്നു മാത്രം. ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഒഴിച്ചു നിർത്താനാവാത്ത ഘടകമാണ് സമ്മാനങ്ങളുമായി എത്തുന്ന സാന്റാക്ലോസ്. റെയിൻഡിയറുകൾ വലിക്കുന്ന വണ്ടിയിൽ നരച്ച താടിയും മുടിയുമുള്ള ക്രിസ്മസ് അപ്പൂപ്പൻ സമ്മാനങ്ങളുമായി എത്തുമെന്ന് കുട്ടികൾ വിശ്വസിക്കുന്നു. ചുവന്ന കുപ്പായം, കൂർത്ത തൊപ്പി എന്നിവയാണ് വേഷം. വിവിധ വലിപ്പങ്ങളിലുള്ള ക്രിസ്മസ് അപ്പൂപ്പന്മാർ ആവശ്യക്കാർക്കായി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ക്രിസ്മസ് കാലം മധുരിതമാകുന്നത് ക്രിസ്മസ് കേക്കുകളാലാണ്. കേക്ക് രുചിയില്ലെങ്കിൽ ക്രിസ്മസ് പൂർണ്ണമാകില്ല എന്ന് പറയാറുണ്ട്. വിവിധ രുചികളിൽ, ആകൃതികളിൽ, വർണ്ണത്തിൽ ക്രിസ്മസ് കേക്കുകൾ വിപണിയിൽ ലഭിക്കുന്നു. മഞ്ഞു പെയ്യുന്ന രാത്രിയിൽ നക്ഷത്രങ്ങളും മാലാഖമാരും പാടുന്നു. സന്മനസ്സുള്ളവർക്ക് സമാധാനത്തിന്റെ ക്രിസ്മസ്. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും വിത്തുകൾ പാകി ഭൂമിയെ സ്വർഗമാക്കാൻ വീണ്ടും ഒരു ക്രിസ്മസ് വന്നെത്തി. പുതിയ പുലരിയെ തേടി അലയുമ്പോൾ ഓർമ്മയിൽ ഒരിക്കൽ കൂടി കൊതിക്കുന്ന നാളുകളെ തൊട്ടുണർത്തി നക്ഷത്ര തിരക്കുമായി ഒരു ക്രിസ്മസ് കാലം കൂടി. ചേർച്ച് ഡെസ്ക്, ഷെഗേന ന്യൂസ്.